ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. സോ നമുക്കിന്നിവിടെ ഇലാസ്റ്റിസിറ്റി എന്നുള്ള ചാപ്റ്ററിലുള്ള ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ്സ്, അതെല്ലാം നമുക്കിവിടെ പഠിക്കാം. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും +2 പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അതിൻ്റെ റിവിഷൻ അല്ല, കുറച്ച് ഭാഗങ്ങളെല്ലാം ഉണ്ട്. ദെൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അഡ്വാൻസ് ആയിട്ടും പോകാനുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് കുറേയധികം എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതിൻ്റെ തിയറി കൂടി ഇവിടെ നമുക്ക് ഉണ്ട്. ഇത് എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. സോ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് എല്ലാം നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ടോപ്പിക്, വാട്ട് വി നീഡ് ടു ഡു ഈസ് ദ ഇലാസ്റ്റിസിറ്റി. അപ്പോൾ എന്താണ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ the property of the matter by virtue of which a body regains the original shape or the size on removal of the deforming force. അപ്പോൾ എന്താണ് ഈ ഡിഫോമിംഗ് ഫോഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ വി നീഡ് ടു ചെക്ക് അബൌട്ട് വാട്ട് ഈസ് എ ഡിഫോമിംഗ് ഫോഴ്സ്. സോ സപ്പോസ് യു ഹാവ് സംതിങ് ലൈക്ക് എ ബോഡി ലൈക്ക് ദിസ്, ഒരു ഒബ്ജക്റ്റാണ്. Now you are applying a force on some space. So ഈ ഒരു ഫേസ് നോക്കുക, ഈ ഫേസിലേക്ക് നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. Now as an effect of that force, suppose the body got changed into a different shape. സംതിങ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഷേപ്പ് മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഡയമെൻഷൻസ് എന്തൊക്കെയോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ദെൻ അങ്ങനത്തെ ഒരു കേസിൽ ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, അതായത് ഇവിടെ നമ്മളൊരു ഡിഫോർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്, അതിനെ പറയുന്ന പേരാണ് ഡിഫോമിംഗ് ഫോഴ്സ്. സോ ഒരു ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാറ്ററിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തും. നൗ സപ്പോസ് ഇവിടെ നമ്മൾ ഈ കാണുന്ന കേസിൽ നമുക്കിവിടെ ഒരു ഡിഫോമിംഗ് ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഹാപ്പൻസ് വെൻ യു റിമൂവ് ദിസ് ഫോഴ്സ്? അതായത് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് ഇത് പഴയ പോലെ തന്നെ ആവണം. അതായത് ഈ ഷേപ്പ് ഇത് പഴയ പോലെ തന്നെ നമുക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ, ഇതിൻ്റെ അതേ ലെങ്ത്ത് ബ്രെഡ്ത്ത്, ഇപ്പോൾ ഇതൊരു ട്യൂബാണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി തിരിച്ച് അതേ ഷേപ്പിലേക്ക്, അതുപോലെ അതേ സൈസിലേക്ക് എല്ലാം തിരിച്ചു വരികയാണെങ്കിൽ, then we say that this material possesses the property of elasticity. That is the property of matter by virtue of which the body regains its original shape or size. ചിലപ്പോൾ ഇതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം, അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കയ്യിലൊരു ജസ്റ്റ് ഒരു ഇറേസർ ഉണ്ട്, അതൊരു നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്, പെൻസിൽ ഇറേസർ. അപ്പോൾ ഈ ഇറേസറിനെ നമ്മൾ ബെൻഡ് ചെയ്യാറുണ്ട് അല്ലേ? ചിലപ്പോൾ നമുക്കിങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇനി നമ്മളത് ആ ബെൻഡ് ചെയ്ത് നമ്മൾ 2 ഹാൻഡ് കൊണ്ട് നമ്മൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ്, ഇനി ആ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ടു ദിസ് ഷേപ്പ് അല്ലേ? സോ അവിടെ അതിൻ്റെ സൈസ് അല്ല, ഷേപ്പാണ് ചേഞ്ച് ചെയ്തത്. സപ്പോസ് ഇഫ് ദ ബോഡി റിക്കവേഴ്സ് കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഒറിജിനൽ കണ്ടീഷൻ ആസ് സൂൺ ആസ് ദ ഡിഫോമിംഗ് ഫോഴ്സസ് ഹാവ് ബീൻ റിമൂവ്ഡ്. അതായത് ഈ ഡിഫോമിംഗ് ഫോഴ്സസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഈ ബോഡി ഒറിജിനൽ കണ്ടീഷൻ എക്സാക്ട്ലി അത് ഇങ്ങനെ റീഗെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിക്കവർ ചെയ്യുകയാണെങ്കിൽ, then such a body is known to be perfectly elastic. ഇനി if something different is happening, that is നമ്മളത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം എടുത്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ ഇരിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ, ഇപ്പോൾ ഇങ്ങനെ മെറ്റീരിയലിനെ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഇതുപോലെയായി മാറി, എന്നിട്ട് ഫോഴ്സ് റിമൂവ് ചെയ്തപ്പോൾ ഇതേ ഷേപ്പിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ, then such materials are known as perfectly plastic. Okay, so that is the difference. So there's a perfectly elastic and
perfectly plastic bodies. Okay, the next topic to study is stress. So എന്താണ് സ്ട്രെസ് എന്നുള്ളത് നോക്കാം. സപ്പോസ് നമ്മളൊരു ഫോഴ്സ് റെസ്റ്റോറിങ് ഫോഴ്സ് നമ്മളൊരു ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ഡിഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ ആ ബോഡി റീഫോം ചെയ്തു, അതായത് പുതിയ ഷേപ്പിലേക്ക് മാറി. ഇനി ആ ഡിഫോമിങ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ there are some forces which got developed inside the body. ആ ഫോഴ്സസിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ the body has to regain its original position. That is, ഇങ്ങനെ ഉണ്ടാവുന്ന ഫോഴ്സസിനെ പറയും restoring forces എന്ന്. Now the restoring forces developed inside the body per unit area. That is called stress. So ഇവിടെ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫോമിങ് ഫോഴ്സും മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റെസ്റ്റോറിങ് ഫോഴ്സും ആൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. സോ ഇഫ് യു അപ്ലൈ എ ഫോഴ്സ് എഫ് ഓൺ in area A, then the stress will be equal to F by A. That is, a stress is equal to force per area. ഇനി ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ its dimensional formula is m L raised to minus 1 2 raised to minus 2. Next one is strain. ഒരു ബോഡി നമ്മുടെ കയ്യിലുണ്ട്. സപ്പോസ് there is a change produced in the dimension of the body of a system of forces. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറച്ച് ഒരു ബോഡി ഉണ്ട്, അതിനകത്ത് നമ്മളൊരു ചേഞ്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്, ഡിഫോമിങ് ഫോഴ്സ്. അപ്പോൾ അതിനകത്ത് ഒരു ചേഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ അതിനെയാണ് നമ്മളൊരു സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെയിൻ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മെഷേർഡ് ബൈ, ഇപ്പോൾ പലതരം സ്ട്രെയിൻസ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, വോള്യൂം സ്ട്രെയിൻ ആൻഡ് ഷിയർ സ്ട്രെയിൻ. Suppose there is a change in the length, then this is known as longitudinal strain, and it is measured as change in length to the original length. Also, if there is a change in volume, then it is measured as change in volume to the original volume. ആ സ്ട്രെയിനിൻ്റെ പേരാണ് വോള്യൂം സ്ട്രെയിൻ. Now, if there is a change in shape, then the strain is measured by the angle through which the line originally perpendicular to the fixed face is turned. So അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. So it is very simple. That is, if you have something like a body like this, then ഒരു സൈഡ് വ്യൂ കാണിക്കണം. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ബോഡി ഇതിനൊരു ചേഞ്ച് വന്നു, സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഫേസിലാണ് ഞാൻ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്തത്, ആൻഡ് ഫോഴ്സ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു ആംഗിൾ, ഈ ലൈൻ, അതായത് ഇത് ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ് ഇത്. ഈ ആംഗിൾ എങ്ങനെ ചേഞ്ച് ചെയ്തു, അതാണ് ഇവിടെ ഈ സ്ട്രെയിൻ വഴി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്ട്രെയിൻ. Hooke's law. So this is established by a British physicist known as Robert Hooke in 1678. Robert Hooke എന്നേ ഉള്ളൂ. Robert Hooke in 1678. This states that within the elastic limit, the stress is directly proportional to the corresponding strain. അതായത് ഒരു പ്രത്യേക ലിമിറ്റ് പറയുന്നത് വിത്തിൻ റീജിയനിലാണ്. ദ വാലിഡിറ്റി ഓഫ് ലോ ഈസ് വിത്തിൻ എ റീജിയൻ. ആ റീജിയനകത്ത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. സോ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ വി ക്യാൻ insert a constant of proportionality. That is, stress is equal to
സം കോൺസ്റ്റൻറ്റ് ഇൻറ്റു സ്ട്രെയിൻ, അല്ലെങ്കിൽ ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ പ്രൊവൈഡഡ് ഓൾ ദീസ് ആർ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇവിടെ ഈ വരുന്ന ഈ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയെ പറയും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന്. അപ്പോൾ ഇത് ഒരിക്കലും മറക്കരുത്, ഒരു വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റാണ്. അതായത് ആ ഒരു ലിമിറ്റിനകത്ത് മാത്രമാണ് ഈ പർട്ടിക്കുലർ ലോ വാലിഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് ദ ഹൂക്സ് ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഇതിനകത്തുള്ള ഒരു സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ കേസ് എപ്പോഴും അങ്ങനെയാണോ നോക്കാം. സപ്പോസ് യു ഹാവ് എ വയർ വേർ യു ആർ ഹാങ്ങിങ് ഇറ്റ് ഫ്രം എ ടോപ്പ് ആൻഡ് ദർ ഇസ് എ ലോഡ് അറ്റ് ദ അതർ എൻഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ നമ്മുടെ കേസ് എങ്ങനെയാണ്, ദർ ഇസ് എ ഫിക്സഡ് സപ്പോർട്ട്, ഇവിടെ ഒരു ഹുക്ക് ഉണ്ട്, ആ ഹുക്കിൽ നിന്ന് ഒരു വയർ ഇങ്ങനെ, ദർ ഇസ് എ ലോഡ് ഹിയർ. അപ്പോൾ ഈ ലോഡിനനുസരിച്ചിട്ട് നമ്മൾ ഇതിനവിടെയുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒന്ന് മെഷർ ചെയ്യണം, ഈ വയറിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു പ്ലോട്ട് ഇറ്റ് യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് ലൈക്ക് ദിസ്. I'll just erase it. ഇപ്പോൾ ഇവിടെ സ്ട്രെയിനാണ്, ഇവിടെ നമുക്കുള്ളത് സ്ട്രെസ്സാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫ് ജസ്റ്റ് നമുക്കിതൊന്ന് വരച്ച് നോക്കാം. സോ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഏകദേശം ഇങ്ങനെയായിരിക്കും. സോ ഒരു ഇനീഷ്യൽ റീജിയൻ സ്ട്രെയിറ്റ് ആയിട്ട്, അത് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ മാറിയിട്ട് കുറച്ചിങ്ങനെ റീജിയൻ വരും. ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, സോ പലതരം പോയിൻറ്റ്സ് ഉണ്ട്. ഈ പോയിൻറ്റിനെ ആദ്യം നമുക്ക് let this point is P, then there is another point, it is E, there is another point Y, and there is another point A, and this point is B. ഇനി ഈ ഒരു ലൈൻ നമുക്ക് തോന്നുന്നു, ഈ പോയിന്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. സോ ഈ പോയിന്റിനെ നമുക്കൊന്ന് പ്രത്യേകം മാർക്ക് ചെയ്യണം. ഓക്കെ, സോ ഇവിടെയാണ് പറയുക ദിസ് ഈസ് കോൾഡ് മാക്സിമം സ്ട്രെസ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് സ്ട്രെസ്. ഈ പോയിന്റ് ഇതുവരെയുള്ള പോയിന്റിന് ഇതിനെ പറയും ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന്. സോ ദിസ് ഈസ് കോൾഡ് ഇലാസ്റ്റിക് ലിമിറ്റ്. അതായത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് വരെ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ബിഹേവ്, അതായത് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നിങ്ങനെ പോകും. അപ്പോൾ ഈ ഒരു പോയിന്റിനെ പറയും ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. ഇനി ഇത് കുറച്ച് അങ്ങനോട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ദിസ് ഈസ് കോൾഡ് yielded പോയിന്റ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് yield പോയിന്റ്. അപ്പോൾ അവിടെ എങ്ങനെ വെച്ചാൽ സ്ട്രെയിൻ ഈസ് മച്ച് ഗ്രേറ്റർ ഫോർ എ സ്മോൾ ഇൻക്രീസ് ഓഫ് ദ ലോഡ്. അതായത് അവിടെ ഒരു ചെറിയ സ്ട്രെസ് ഒരു ലോഡ് കൊടുത്താൽ പോലും അവിടെ സ്ട്രെയിൻ വളരെ കൂടുതലാണ്. അതിനാണ് yield പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ yield പോയിന്റിലാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ പറയും yield സ്ട്രെസ് എന്ന്. ഓക്കെ, ഇനി ഈ പോയിന്റ് y കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ട്രെസ് കൊടുത്താൽ പോലും അല്ലെങ്കിൽ ചെറിയ ലോഡ് കൊടുത്താൽ പോലും ആ മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് തുടങ്ങും. ഈ പറയും ദിസ് ഈസ് ദ റീജിയൺ ഓഫ് പ്ലാസ്റ്റിക് ഫ്ലോ. അതായത് ഇവിടെ എന്ന് വെച്ചാൽ വയർ ബിക്കംസ് തിൻ. അപ്പോൾ
സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതിൻ്റെ അർത്ഥമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ പോയിന്റിൽ വെച്ചിട്ട് ഇതിങ്ങോട്ട് ഈ ഒരു പോയിന്റിൽ ഇതിങ്ങനെ ബ്രേക്ക് ചെയ്ത് പോവുക ചെയ്യുക ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് ബ്രേക്കിംഗ് പോയിന്റ്. ഓക്കെ, സോ ഇവിടെ ഇതിനിടയിൽ പല തരത്തിലുള്ള ബിഹേവിയർ അതെല്ലാം നടക്കുന്നുണ്ട്. സംതിങ് ലൈക്ക് നെക്കിങ് എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ വെച്ചിട്ട് അവിടെ അതിങ്ങനെ വളരെ തിന്നായിട്ട് വരും. അതുപോലെ കുറേ അധികം ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പോയിന്റ്സ് ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബിഹേവിയർ എന്നുള്ളത്, ഈ ഒരു ഗ്രാഫ് എന്നുള്ളത് നമുക്ക് കുറേ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കിയിരിക്കേണ്ടതാണ്. സോ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് വളരെ ഹൈ ആയിട്ട് തന്നെ സ്പ്രിങ് എല്ലാം വളരെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങോട്ട് സ്പ്രിങ് ഡാമേജ് ആയി പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഇലാസ്റ്റിക് പോയിന്റും അതെല്ലാം കഴിഞ്ഞ് പ്ലാസ്റ്റിക് ഫ്ലോ അങ്ങനത്തെ ഇതിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. പ്ലാസ്റ്റിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ആ പോയിന്റ് ചിലപ്പോൾ ചില സ്പ്രിങ്ങുകൾ നമ്മൾ കണ്ടില്ലേ വല്ലാതെ വലിച്ചു കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം അവിടെയെല്ലാം നടക്കുന്നത് ഇങ്ങനെ ഒരു സംഭവമാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ദീസ് ആർ സം ബേസിക് കൺസെപ്റ്റ്സ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഇലാസ്റ്റിക് മോഡുലസ് അതിൻ്റെ പ്രോപ്പർട്ടീസ് അതെല്ലാം നമുക്കൊന്ന് പഠിക്കാൻ പറ്റും.